ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ വേനൽക്കാലത്ത് നമുക്ക് ചൂടിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു നല്ല സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടുന്ന സവാളയാണ്. സവാളയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സാധനമാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ പച്ചമുളക് അധികം ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി കരിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ നോക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതൊന്നും വീഡിയോ കാണിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരുപാട് ലെന്ത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്നെ അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ നമ്മളിതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടുന്നത് തൈരാണ്. നമ്മൾ തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്, നല്ല കട്ട തൈരാണ്. ഉണക്കിനെ നമുക്ക് ചൂടിനെ നമുക്ക് ശീതീകരിക്കാൻ പറ്റിയൊരു സാധനമാണ് തൈര്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നേരം നമ്മൾ റൈസൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ വെറുതെ കോരി കുടിച്ചാലും മതി. ചോറിന് തന്നെ കൂട്ടണമെന്നില്ല. വെറുതെ ഇരിക്കുമ്പോൾ ഒരു 3-4 സ്പൂണ് കഴിക്കുമ്പോൾ തന്നെ ഉള്ളിൽ നന്നായിട്ട് തണുക്കും. അപ്പോൾ നമുക്ക് ചൂടിൽ നിന്നൊക്കെ ഒരു മോചനമാണത്. ഒരുപാട് ലൂസാക്കണ്ട. കോരി കഴിക്കാനാണെങ്കിൽ ഇതാണ് പരുവം. ചോറിന് കഴിക്കാനാണെങ്കിൽ ഒരു ശകലം തൈര് കൂടെ ഒഴിക്കാം. ഞാനിത് ഇവിടെ വെറുതെ കഴിക്കാനാണ് എടുത്തേക്കുന്നത്. ക്യാരറ്റൊക്കെ ഏറ്റവും നല്ല സാധനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട കാര്യമില്ല. ക്യാരറ്റ് പച്ചയ്ക്ക് തിന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സാലഡ് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കണ്ടില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പായസം കുടിക്കുന്ന പ്രതീതിയാണ് ഇത് കഴിക്കുമ്പോൾ. മധുരമുള്ള പായസം, ഇത് പുളിയുള്ള സാലഡ്. അപ്പോൾ ഈ ഉണക്കത്ത് പറ്റിയ ഒരു സാധനമാണ് ഈ സാലഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.